ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. നമസ്കാരം. പാടത്ത് പണിക്ക് വന്ന പണിക്കാരനോട് ജന്മിയായ നമ്പൂതിരി ചോദിച്ചു, രാമ, നിന്റെ അപ്പൻ ആ പഴയ ശങ്കരൻ തന്നെ അല്ലയോടെ? രാമനെന്ത് മറുപടി പറഞ്ഞുവെന്ന് നമ്പൂതിരി ഫലിതത്തിൽ എങ്ങും കാണുന്നില്ല. പിതൃത്വത്തെ ചോദ്യം ചെയ്താലും വാക്കിന് മറുവാക്ക് പറയാൻ കഴിയാത്ത മനുഷ്യരുടെ ഒരു കാലവും ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. സത്യപ്രതിജ്ഞാവേളയിൽ മുഖ്യമന്ത്രി VD സതീശൻ പിതാവിൻ്റെ പൂർണ്ണമായ പേര് പറഞ്ഞതാണ് ഇപ്പോഴത്തെ രസകരമായൊരു വിവാദം. ഇത് തുടങ്ങി വച്ചത് ജിൻഡോ ജോൺ എന്ന കോൺഗ്രസ് നേതാവാണ്. എന്തുണ്ട് കുത്തിത്തിരിപ്പിനെ എന്ന് നോക്കി നടക്കുന്ന കുറേ KC ഭക്തരുടെ ദുഷിച്ച മനസ്സ് കമ്മികളും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ എഴുതിയത്, തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അത് മതി, അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നാണ്. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാല് ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ് എന്നും അദ്ദേഹം പറയുന്നു. ഒരൽപ്പം ലെഫ്റ്റായ കോൺഗ്രസ് ആണത്രേ ജിൻഡോ ജോൺ. ജിൻഡോ റോമൻ കത്തോലിക്കനാണെന്ന് അറിയാത്തവർക്ക് അക്കാര്യം ബോധ്യമായി. ജിൻഡോ ജോൺ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജോണിനെ അങ്ങ് കളയണം. എന്തിനാ പേരിനൊപ്പം ആ അപമാനം കൊണ്ട് നടക്കുന്നത്? VD സതീശൻ എന്തായാലും അപ്പനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദാമോദര മേനോൻ എന്നാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് ആയതുകൊണ്ട് അപ്പൻ്റെ പേര് പറഞ്ഞുകൂടാ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പുരാണത്തിലെ കർണനെ സൂതപുത്രൻ എന്ന് വിളിച്ച് പാണ്ഡവർ പോലും കളിയാക്കി. ആ മകനെ അമ്മ അംഗീകരിച്ചിരുന്നെങ്കിൽ കർണൻ സൺ ഓഫ് ദേവേന്ദ്രൻ എന്ന് തന്നെ ലോകം വിളിച്ചേനെ. ചുരുക്കി പറഞ്ഞാൽ, ഒതുക്കത്തിലുണ്ടായ മക്കളല്ലെങ്കിൽ തന്തയുടെ പേര് പൂർണ്ണമായും അഭിമാനത്തോടെ ഉരുവിടുന്നതിൽ യാതൊരു വിധമായ തെറ്റുമില്ല. ഈ വിഷയത്തിൽ കവി ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പോസ്റ്റുണ്ട്. ഇതുപോലെ മഹനീയമായൊരു മുഹൂർത്തത്തിൽ തൻ്റെ മരിച്ചുപോയ പിതാവിൻ്റെ പേര് പൂർണ്ണമായി പറയുന്നത് ആ വ്യക്തിക്കും ആ പിതാവിനും അഭിമാനകരമാണ്. സതീശൻ പറഞ്ഞത് അമ്മയുടെ പേരുകൂടി പറയണമെന്നുണ്ടായിരുന്നു, അതിന് സാധ്യതയില്ലായിരുന്നുവെന്നാണ്. ഇതിൽ വൈകാരിക നിമിഷമായി ഞാൻ കാണുന്നു. വടശ്ശേരി ദാമോദര മേനോൻ മകൻ എന്നേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. സതീശൻ മേനോൻ എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. വടശ്ശേരി ദാമോദര മേനോൻ മകൻ എന്നേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. സതീശൻ മേനോൻ എന്ന് പറഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ ജാതിവാലുള്ളത് സതീശൻ്റെ പിതാവിനാണ്, അദ്ദേഹത്തിനല്ല. കുത്തിത്തിരിപ്പുകാർ അപ്പൻ്റെ പേരിൽ വരെ കയറി കളി തുടങ്ങി. അത് അവറ്റകളുടെ തൊഴിലാണ്. ഏഷണി കൂട്ടും നാരദൻ എന്നൊരു ദൂഷണമുണ്ട് നമുക്കിഹ പണ്ടയെന്ന് നാരദൻ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയെ തുടർന്ന് ഏഷണിയുമായി ഇറങ്ങിയ രണ്ടുപേർ മുഹമ്മദ് റിയാസും ജിൻഡോ ജോണുമാണ്. മുഹമ്മദ് റിയാസ് ചൊറിയുന്നത് അയാളുടെ പണി പോയതുകൊണ്ടും പ്രതിപക്ഷത്തെ ചൊറിയൻ നേതാവായതുകൊണ്ടുമാണ്. ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസിൻ്റെ പുതുമുഖമായി വന്ന ജിൻഡോ KCയുടെ പെട്ടി പിടിച്ചു. പക്ഷേ UDFനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കയറി മാന്താൻ ചെല്ലുന്നത് ശരിയാണോ? റോമൻ കത്തോലിക്കനായ തേക്കുംകാട്ടിൽ ജോസഫിൻ്റെ മകന് ജാതി സ്വത്വം ആവശ്യമായി വന്നേക്കാം ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും കാലത്ത്. അന്നും ഇത് തന്നെ പറയണം, എനിക്ക് റോമൻ കത്തോലിക്കൻ എന്ന ലേബൽ വേണ്ട, അതല്ലേ ബ്യൂട്ടി എന്ന്. എന്നാൽ ജിൻഡോ ജോൺ മനസ്സിലാക്കുക, മേനോനെന്ന് പേരുള്ളത് കൊണ്ടോ ജാതി നായരായതുകൊണ്ടോ രാഷ്ട്രീയത്തിലോ സമുദായത്തിലോ യാതൊരു ഗുണവും ഉണ്ടാകാത്ത നേതാവാണ് സതീശൻ. സ്വന്തം സമുദായം ഇത്രയേറെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയിട്ടും ആ മനുഷ്യനെ ജനങ്ങൾ ഏറ്റെടുത്തു. മേനോൻ എന്ന ബോർഡും തൂക്കിയ സതീശൻ ഒരാഠ്യൻ തിരുമനസിൻ്റെയും മുമ്പിൽ പോയിട്ടുമില്ല. അല്ല ജിൻഡോ ജോണെ, കാര്യങ്ങൾ കുറേയൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? 1957 ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പേരിനൊപ്പമുള്ള ജാതിവാല് മുറിച്ചിട്ടായിരുന്നു. നെഹ്റുവിയൻ സോഷ്യലിസത്തേക്കാൾ മുഴുത്ത സാധനം തന്നെയായിരുന്നു അന്നും കമ്മ്യൂണിസം. അച്യുത മേനോൻ അച്യുതൻ എന്ന ഞാൻ എന്നായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. നായനാർ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഏറമ്പാല കൃഷ്ണൻ എന്ന ഞാൻ എന്നായിരുന്നു. കൃഷ്ണയ്യർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് കൃഷ്ണൻ എന്ന ഞാൻ എന്നായിരുന്നു. P. കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണോ സഖാവ് P. കൃഷ്ണപിള്ള ഈ നാട് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്? എന്തിലും അസഹിഷ്ണുത കാണുന്നവർ ചൊറിച്ചിലിനും കൃമികടിക്കുമുള്ള മരുന്ന് കഴിച്ചാൽ പോരാ, അത്തരക്കാർക്കുള്ള ചികിത്സ ജനം തന്നെ തരും. ഒറ്റ നേരം കഴിക്കുന്നതോടെ എല്ലാത്തിനും ശമനമുണ്ടാകും. VD സതീശൻ എന്ന മുഖ്യമന്ത്രി പിതാവിൻ്റെ പൂർണ്ണമായ പേര് പറഞ്ഞതിൽ പ്രതിഷേധിക്കുന്ന റോമൻ യുവാവേ, സതീശൻ എഴുതിയ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം കൂടി വായിക്കണം. മനസ്സിനെ മതിക്കുന്ന സംശയങ്ങൾക്കും വ്യാകുലതകൾക്കും അതോടെ ശമനം കിട്ടും. മറ്റുള്ളവർ സ്വന്തം പിതാവിൻ്റെ പേര് പറയുമ്പോൾ വല്ലാതെ വിരളി പിടിക്കുന്നതിനെയാണ് നമ്മൾ പിതൃശൂന്യത എന്ന് പറയുന്നത്. പക്ഷേ ആ വാക്ക് പോലും സംസ്കാരമുള്ള സമൂഹം പറഞ്ഞുകൂടാ. VS അച്യുതാനന്ദൻ പൂമരൻ സഖാവിനെ ഓർമ്മിപ്പിച്ചത് ഓർമ്മയില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ പിതാവിൻ്റെ പേര് മാറ്റി പറയണമെന്ന് പറയാൻ ഒരുമാതിരിപ്പെട്ട മ്ലേച്ഛതയൊന്നും പോരല്ലോ ജിൻഡോ ജോണെ. ആ പേരിലാണ് VD സത്യവാങ്മൂലങ്ങൾ നൽകിയിട്ടുള്ളത്, പാസ്പോർട്ട് എടുത്തിട്ടുള്ളത്, പാൻ കാർഡും അങ്ങനെ തന്നെ.
ഇനി പാസ്പോർട്ടിൽ ഇത്തരത്തിൽ ജാതിവാല് ചേർക്കുന്നവരെ നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കണം. പെരുന്നയിൽ പോയി കുമ്പിടുന്ന രമേശ് ചെന്നിത്തല നായർവാല് വല്ലതും ചേർത്തിരുന്നെങ്കിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല. കാരണം അദ്ദേഹം സമുദായം അംഗീകരിച്ച നായരാണ്. KC മുഖ്യനായി സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ചറ്റടി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ മകൻ KC വേണുഗോപാൽ എന്ന് തന്നെയല്ലേ പറയേണ്ടത്. RC യുവാവായ ജോണിനെ തേക്കുംകാട്ടിൽ ജോണിൻ്റെ മകൻ എന്ന് തന്നെ വിളിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം ചിലർക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു പ്രയോഗിക്കാനുള്ളതാണ് ഇത്തരം ജാതിവാലികൾ. നാളെ MLA ആയാൽ മന്ത്രിയാകണമെങ്കിൽ KC വേണുഗോപാലിൻ്റെ നോമിനി ആയതുകൊണ്ട് മാത്രം കഴിയില്ല. റോമൻ കത്തോലിക്കനാണെങ്കിൽ ഏതെങ്കിലും സഭാപിതാക്കന്മാർ ശുപാർശയുമായി വന്നെന്നിരിക്കും, അല്ലെങ്കിൽ വലിച്ച് വീട്ടിലിരിക്കും. സതീശനെ പോലെ ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങി ജിൻഡോയ്ക്കായി വാദിക്കണമെങ്കിൽ ആ ജീവിതം കണ്ടുപഠിച്ചാൽ മാത്രം പോരാ, ജാത്യാഗുണം ഒരു ഘടകമായി മാറണം. മരവാഴയ്ക്ക് പച്ചോന്തിലുണ്ടായ ചില രാഷ്ട്രീയ സന്തതികളുണ്ട്. അവർക്കൊരു പൊളിറ്റിക്കൽ ഫാദറിനെ ആരാധിക്കാനായിരിക്കും ഏറെ ഇഷ്ടം. അത്തരത്തിലൊരുവനാണ് പിരായിരി P. അപ്പുക്കുട്ടൻ, ഈ പേരിൽ അറിയപ്പെടുന്ന വാഴാത്രി. ഇനി മേനോൻ സാർ എന്ന് വിളിക്കണോ എന്നാണ് അയാളുടെ ഫേസ്ബുക്കിലെ പരിഹാസം. അച്ഛൻ്റെ പേര് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ആ പേര് മുഖ്യൻ പറഞ്ഞു. എന്നാൽ പിരായിരി അപ്പുക്കുട്ടൻ്റെ അച്ഛൻ്റെ പേരറിയാൻ വിക്കിപീഡിയ തപ്പിയത് വെറുതെയായി. അത് ലോകത്തുള്ള സകല കാര്യങ്ങളും സർവേ നമ്പരും തണ്ടപ്പേരും വരെ ഉണ്ട്. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും പേരില്ല. ഒരാൾ ജാതിവാല് ചേർത്തത് കൊണ്ടോ മുറിച്ച് കളഞ്ഞത് കൊണ്ടോ മാത്രം യാതൊരു കാര്യവുമില്ല. അയാൾ സാമൂഹിക ജീവി എന്ന നിലയിൽ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ചോദ്യം. EMSൻ്റെ ബ്രാഹ്മണ്യത്തെപ്പറ്റി പരിഹസിച്ച ചെറുമുക്ക് വൈദികനോട് നമ്പൂതിരിപ്പാട് പ്രതികരിച്ചത് തൻ്റെ കുടുമയും പൂണൂലും കത്തിച്ച ചാരം അയച്ചു കൊടുത്തുകൊണ്ടാണ് എന്ന് കരുതി പേരിലെ നമ്പൂതിരിപ്പാട് അദ്ദേഹം ജീവിതാന്ത്യം വരെയും അഭിമാനത്തോടെ തന്നെ കൊണ്ടു നടന്നു. EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? മന്നത്തപ്പൻ പേരിലെ ജാതിവാല് മുറിച്ചതുപോലെ എന്തുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും പേരിലെ നമ്പൂതിരിപ്പാടിനെ കളയാതിരുന്നത്? ജാതിവാല് മുറിച്ച് വലിയ നവോത്ഥാനം കാണിച്ചിട്ടും മന്നത്ത് പത്മനാഭനെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സാമൂഹിക പരിഷ്കർത്താവായി പരിഗണിച്ചിട്ടുണ്ടോ? ഒരു സമുദായ നേതാവ് എന്നതിനപ്പുറം പറയാൻ അവർക്ക് ഇപ്പോഴും മടി തന്നെയാണ്. പേരിൽ നമ്പൂതിരി ഉണ്ടെന്ന് കരുതി ഐത്തത്തിൻ്റെ അടിക്കണക്ക് പറഞ്ഞ് ജനസമൂഹത്തെ നമ്പൂതിരി തന്നിൽ നിന്നും അകറ്റി നിർത്തിയിട്ടില്ല. സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴികളെല്ലാം കെട്ടിയടച്ചിട്ടുമില്ല. പക്ഷേ പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് ജന്മിക്ക് ജാതിവാലുണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യനെ തൊടാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു, അടച്ചുപൂട്ടി അകത്തിരിപ്പായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ എതിർക്കാൻ പ്രതിപക്ഷം വേണമെന്നില്ലല്ലോ, അകത്തു തന്നെ ആളുകൾ ധാരാളമുണ്ട്. ജിൻഡോയും പഴകുളം മധുവും M. ലിജുവും അനൂപ് എന്ന കൊങ്ങി ചാനൽ ചാവേറും അനിൽ ബോസും KSUവിൻ്റെ ഷൂമാക്രി നേതാവുമെല്ലാം കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ പണി ചെയ്തു തുടങ്ങി. 81 വയസ്സുള്ള ഒരു വൃദ്ധനാണ് അവരുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ അധികമായി കഷ്ടപ്പെടുത്താതെ നിങ്ങൾ തന്നെ വേണ്ട മെറ്റീരിയൽസ് നിത്യവും എത്തിച്ചു കൊടുക്കണം. ഈ ജിൻഡോ പറഞ്ഞതാണ് രസം. ഇദ്ദേഹം റോമൻ കാത്തലിക്കാണ് പോലും, ലറ്റിൻ കത്തോലിക്കനല്ല. റോമൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാലേ താൻ സവർണ കത്തോലിക്കനാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ കഴിയൂ. നോക്കണേ പുള്ളിക്കാരൻ്റെ ഒരു ബുദ്ധി. ജിൻഡോ KC സത്യത്തിൽ പറയേണ്ടിയിരുന്നത് സീറോ മലബാർ ജിൻഡോ ജോൺ എന്നായിരുന്നു. KC വേണുഗോപാലിൻ്റെ പെട്ടി തൂക്കുന്നവരൊക്കെ പിണറായിയുടെ അടിമകളെ പോലെ ആകുന്നെങ്കിൽ ആ പെട്ടിയുടെ കനം എന്തായിരിക്കും? നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഈ ജിൻഡോ ജോൺ. പക്ഷേ കോൺഗ്രസ്സുകാർ തന്നെ വെറുക്കാനുള്ള വഴിയാണ് അദ്ദേഹം ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പിതാവിൻ്റെ പേര് സധൈര്യം വിളിച്ചു പറയുന്ന നേതാവിനെ പോലും അണികൾ ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ട അവസ്ഥയിലായി ഈ നാടിൻ്റെ പോക്ക്. സ്വന്തം പാർട്ടിയിൽ തന്നെയായിരിക്കും സതീശന് ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരിക. ഇപ്പോഴത്തെ കോരിത്തരിപ്പും പൂക്കിവിളിയും പൊക്കിയടിയും ഒക്കെ അങ്ങ് മങ്ങും. സതീശൻ കൂടുതൽ വളരുന്നുവെന്ന് കണ്ടാൽ സഹിക്കാത്തവരാണ് കൂടെയുള്ളതിൽ ഏറെയും. MLAമാരുടെ സപ്പോർട്ടിന് ചുക്കിൻ്റെ വില പോലുമില്ലെന്ന് വന്നതോടെ അവരിൽ പലരും നിരാശരാണ്. ആത്മാഭിമാനത്തോടെ അച്ഛൻ്റെ പേര് പറഞ്ഞതിന് വരെ ആത്മരോഷം കൊള്ളുന്ന സ്വന്തം പാർട്ടിക്കാരെ എങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ നിൽക്കും? മോനെ ജിൻഡോ, വെറുതെ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ നിൽക്കരുത്. സതീശൻ അച്ഛൻ്റെ മുഴുവൻ പേര് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷത തകരുമോ?